ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു വെഡ്ഡിംഗ് ഗാർലൻഡ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കക്കോടിയിലേക്കാണ് ഈ പോകുന്നത്. ബ്രൈഡാണ് നമ്മൾ രാവിലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 22 അവരുടെ വെഡ്ഡിങ്. ഇന്നിപ്പോൾ 29 ആണ്. ഇന്നാണ് നമ്മൾ ഈ ഫ്ലവർ റിസീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നപ്പം അവരും കാലിക്കറ്റാണ്, നമ്മളും കാലിക്കറ്റാണ്. അങ്ങനെ നമ്മൾ നേരിട്ട് പോയിട്ട് ഫ്ലവർ റിസീവ് ചെയ്യാമെന്ന് കരുതി. കാരണം ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ ഉള്ള കളറും കൂടി എനിക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഫ്ലവർ പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട് us. നമ്മൾ നേരിട്ട് വന്നിട്ട് പിക്കപ്പ് ആൻഡ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അതാവുമ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ മാക്സിമം കളർ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലവർ നമ്മളിലേക്ക് എത്താൻ എത്രത്തോളം ലേറ്റ് ആവുന്നോ അത്രത്തോളം അതിൽ ഫംഗസിൻ്റെ അളവൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ റെസിൻ ഒഴിക്കുമ്പം ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവാനും ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ സിലിക്ക ജെല്ലിന്റെ വീഡിയോയിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ ചെയ്ത ഫ്ലവറിൽ റെസിൻ ഒഴിക്കുമ്പം അതിന്റെ കളർ ഫെയ്ഡ് ആവുന്നുണ്ടെന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ ഒന്ന്, ഫ്ലവർ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. രണ്ടാമത്തെ റീസൺ, ഫ്ലവർ ഇതേപോലെ ഡാമേജ് ആയിട്ടുണ്ടായി. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന റെസിന്റെ ക്വാളിറ്റിയും ഇതിനെ ബാധിക്കും. നിങ്ങൾ ഇതുപോലെ ഫ്ലവർ പ്രിസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വെഡ്ഡിങ് വരാനിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഈ ഫ്ലവറൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കാം കേട്ടോ.